വാർത്താമഴയിലേക്ക് വീണ്ടും കോഴിക്കോട് ചെറുപ്പ പൊൻപാറക്കുന്നിൽ വീണ്ടും തീപിടുത്തം. മലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് തീ പടർന്നു. നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, വലിയ തീപിടുത്തമാണ് ഉണ്ടായത് നേരത്തെ. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ ഈ ഫയർഫോഴ്സിനൊക്കെ മലയുടെ മുകളിലായതിനാൽ എത്താൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്, പ്രതിസന്ധിയുണ്ട് എന്ന തരത്തിലൊക്കെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് രാഹുൽ? ടി.കെ. പൊൻപാറക്കുന്നിൽ ഒരാഴ്ചക്കിടെ ഉണ്ടാവുന്ന രണ്ടാമത്തെ തീപിടുത്തമാണ് ഇന്നത്തേത്. ഇന്ന് വൈകിട്ട് 7:30ഓടെയാണ് തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആദ്യം ചെറിയ പുല്ലുകൾക്കായിരുന്നു തീ പിടിച്ചത്. പക്ഷേ വലിയ രീതിയിലുള്ള കാറ്റ് ഈ പ്രദേശത്ത് ഉണ്ടായതിനാൽ തീ വേഗത്തിൽ ആളിപ്പടരുകയായിരുന്നു. പൊൻപാറക്കുന്നിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് തീ വ്യാപിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിന് ഈ പ്രദേശത്തേക്ക് എത്താൻ കഴിയാത്തതാണ് ഇപ്പോഴും വെല്ലുവിളിയാകുന്നത്. ഫയർഫോഴ്സിന്റെ വാഹനത്തിന് ഈ മലയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഫയർഫോഴ്സ് അംഗങ്ങളും ഒപ്പം തന്നെ നാട്ടുകാരും തീ തല്ലിക്കെടുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ മലയുടെ താഴ്ഭാഗത്ത് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് ഇവിടേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും തീ നിയന്ത്രണ വിധേയമായത് ആശ്വാസകരമാണ്. അതോടൊപ്പം വൈകിട്ടുണ്ടായിരുന്ന അത്രയും വേഗത്തിലുള്ള ഒരു കാറ്റ് ഇപ്പോഴും വീശുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും തീ കെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. ഈ പ്രദേശത്തെ മരങ്ങൾ ഉൾപ്പെടെ കത്തി നശിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് തീ പിടിച്ചതെന്ന് സംബന്ധിച്ച ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. ടി.കെ. രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.